ഹലോ ഓൾ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്റ്റിച്ചിങ് റൂമിൻ്റെ ഒരു വീഡിയോ ആണ്. വെളിയിൽ നല്ല മഴ പെയ്യുന്നുണ്ട്, പിന്നെ കിളികൾ ചിലയ്ക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ നോയ്സ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ കയ്യിലുള്ള തയ്യൽ മെഷീൻ ഏതൊക്കെയാണ്, എൻ്റെ റൂം എങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നതെന്ന്. ഇത് നോർമൽ തയ്യൽ മെഷീനാണ്. പിന്നെ ഇതൊരു നൈറ്റി പീസാണ് കേട്ടോ, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത്. പക്ഷേ ഇതുവരെ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഇത് ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ഒരു നൈറ്റിയാണ്, അമ്മയ്ക്ക് വേണ്ടി തയ്ച്ചാണ്. ഇതിൻ്റെ ഈ ഒരു നെക്ക് ഡിസൈൻ ഞാൻ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന കേട്ടോ. പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല, എല്ലാം നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തു. പിന്നെ നടുക്കൂടെ ഞാനൊരു ക്രോസ് പീസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നെക്ക് അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ അത് തന്നെ ട്രൈ ചെയ്തത്. വളരെ സിമ്പിളാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഓൾട്ടർ ചെയ്യാൻ വെച്ചേക്കുന്ന വേറെ 2 നൈറ്റി പീസാണ്. പിന്നെ ഇത് ലോക്ക് മെഷീനാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സൈഡിൽ കൂടെ നൂല് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മെഷീനാണ്. പിന്നെ അടുത്ത മെഷീൻ എൻ്റെ കയ്യിലുള്ളത് സിംഗറിൻ്റെ ഇൻഡസ്ട്രിയൽ സൂയിങ് മെഷീനാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് 1 വർഷമായിട്ടേ ഉള്ളൂ. അത്യാവശ്യം നല്ല തയ്യൽ മെഷീനാണ്, പ്രശ്നങ്ങളൊന്നും ഇതുവരെയും വന്നിട്ടില്ല. പിന്നെ സിസേഴ്സൊക്കെ ഞാൻ ഇവിടെയാണ് തൂക്കിയിട്ടേക്കുന്നത്, ടേപ്പും ഒക്കെ. 1 ഇയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അധികം സ്റ്റിച്ച് ചെയ്യാനുള്ള സമയമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. ഇത് അത്യാവശ്യം നല്ല തയ്യൽ മെഷീനാണ് കേട്ടോ, സിംഗറിൻ്റേത്. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ എൻ്റെ ഫാഷൻ ഡിസൈനിങ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള നോട്ട്ബുക്സാണ്, പക്ഷേ അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഈ 2 ഓർഗനൈസേഴ്സും ഞാൻ സൂയിങ് ഐറ്റംസ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഓർഗനൈസേഴ്സ്. ഇത് നിറയെ തയ്യൽ സാധനങ്ങളാണ്. ഞാൻ എല്ലാ സാധനങ്ങളും കാണുമ്പോൾ ഞാൻ വാങ്ങിക്കും, പക്ഷെ ഞാൻ അധികം സ്റ്റിച്ച് ചെയ്തുമില്ല. പക്ഷെ എനിക്കിനി കളക്ട് ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടമാണ്. ഇത് നൂല് വെക്കുന്ന ഒരു ബോക്സാണ്. പിന്നെ ഓയിൽ വെച്ചിരിക്കുന്ന ബോട്ടിൽ എന്ന് പറയുന്നത് ഒരു പാലിൻ്റെ കുപ്പിയാണ് കേട്ടോ. പാലിൻ കുപ്പി കട്ട് ചെയ്ത് ഞാൻ കളറാക്കി വെച്ചേക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. പാലിൻ്റെ കുപ്പി കട്ട് ചെയ്തിട്ട് ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുക. ആ വോൾ സ്റ്റിക്ക് നമുക്ക് ആമസോൺ മീഷോയിൽ നിന്നുമൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് വോള് കിഴിക്കേണ്ടതായിട്ടോ ഒന്നും വരത്തില്ല, ഇത് ഒട്ടിച്ചാൽ മതി. വളരെ യൂസ്ഫുള്ളാണ്. അപ്പം അത്യാവശ്യം ചെറിയ ചെറിയ ടൂൾസൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റേത് ഞാൻ ഈ ഒരു കട്ട് ചെയ്ത ബോട്ടിലാണ് ഞാൻ അവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ ഉഷാജിനമാണ്. ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ചതാണ്. ഇത് ഒത്തിരി വർഷമായി തോന്നുന്നു, ഒരു 10 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. വളരെ ലൈനിങ് വെച്ച ബ്ലൗസായത്. മറ്റേത് ലൈനിങ് വെക്കാത്ത ബ്ലൗസ്. ഞാൻ ബ്ലൗസ് തയ്ക്കാൻ പഠിച്ചത് തുന്നൽക്കാരൻ എന്ന് പറയുന്ന ഒരു സാറുണ്ട്. സാറിൻ്റെ ഓൺലൈൻ ക്ലാസ് ത്രൂ ആണ് ഞാൻ പഠിച്ചത്. പിന്നെ ഇത് നമ്മൾ സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന സ്കെയിലും, പിന്നെ വീഡിയോസ് എടുക്കാനുള്ള ട്രൈപോഡും, പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് റണ്ണിങ് മെറ്റീരിയൽസ് അതിൻ്റെ സൈഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ. ഈ കാണുന്നത് റണ്ണിങ് മെറ്റീരിയൽസാണ് കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ സ്റ്റിച്ചിങ് റൂമും ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസും എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അതൊരു തെറാപ്പി പോലെയാണ്. ആ ഒരു മൈൻഡ് നമുക്ക് ക്ലിയർ ആവാം. സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്യണം കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ചെയർ ഇതാണ്. പിന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സീനറിയൊക്കെ കാണാം. ഫ്രണ്ടിൽ റബ്ബറും തോട്ടമാണ്, അപ്പോൾ കാറ്റ് നല്ലപോലെ വരും. ഇടയ്ക്ക് കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് സ്റ്റിച്ച് ചെയ്യാം. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുകയും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.